ഫ്രണ്ട്സ്, ഇനി നമുക്ക് ബാക്കി നോക്കാം. പരമാധികാരം നാലാമത്തെ ഘടകമാണ്. ഒരു രാഷ്ട്രം രൂപീകരിക്കണമെങ്കിൽ വേണ്ടപ്പെട്ട 4 ഘടകങ്ങളുണ്ട്. അതിന്റെ 4ാമത്തെ ഘടകമാണ് പരമാധികാരം എന്ന് പറയുന്നത്. എന്താന്ന് നോക്കാം. പരമാധികാരം ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരമാണ് എന്തെന്ന് പറയുന്നത്, പരമാധികാരം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരത്തെ നമ്മൾ പരമാധികാരം എന്ന് പറയുന്നു. രാഷ്ട്രത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ്. രാഷ്ട്രത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണിത്. നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിന്റെ ഭാഗമാണ്. ഒരു രാഷ്ട്രത്തിൽ അതിന്റെ നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പരമാധികാരത്തിന്റെ ഭാഗമാണ്. രാഷ്ട്രം അതിന്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ആരിലൂടെയാണ്? ഗവൺമെന്റിലൂടെയാണ്. ഒരു രാഷ്ട്രം അതിന്റെ പരമാധികാരം വിനിയോഗിക്കുന്നതൊക്കെ ഏതിലൂടെയാണ്? ഗവൺമെന്റിലൂടെയാണ്. ഇനി ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെന്റ് എന്നിവയുണ്ടെങ്കിലും പരമാധികാരം ഇല്ലെങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരം എന്ന് പറയുന്നത്. ജനങ്ങളോ ഭൂപ്രദേശമോ ഗവൺമെന്റോ ഒക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, പരമാധികാരം ഇല്ലെങ്കിൽ പിന്നെ ഒരു രാഷ്ട്രമില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അടുത്തത് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളാണ്. 3 സിദ്ധാന്തങ്ങളാണുള്ളത്. ഒന്ന്, ശക്തർ അശക്തരെ ഫലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് രാഷ്ട്രം സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്ന ബലസിദ്ധാന്തം. ഏതാണത്? ബലസിദ്ധാന്തം. അതേസമയം ജനങ്ങൾ രൂപപ്പെടുത്തിയ കരാറുകളിലാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായതെന്ന് പറയുന്ന സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ സിദ്ധാന്തം. കരാർ സിദ്ധാന്തമാണ് എന്ത് പറയുന്നത്? ജനങ്ങൾ രൂപം വരുത്തിയ കരാറുകളിലൂടെ അല്ലെങ്കിൽ ഉടമ്പടികളിലൂടെയാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത് എന്ന് പറയുന്നതാണ് സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ കരാർ സിദ്ധാന്തം എന്ന് പറയുന്നത്. രാഷ്ട്രം ആരും നിർമ്മിച്ചതല്ല, ദീർഘകാല പരിണാമങ്ങളുടെ ഫലമായാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളത് സാമൂഹിക പരിണാമ സിദ്ധാന്തം. സാമൂഹിക പരിണാമ സിദ്ധാന്തം. ശക്തർ അശക്തരെ ഫലപ്രയോഗത്തിലൂടെ കീഴടക്കിയതാണ് ബലസിദ്ധാന്തത്തിൽ പറയുന്നത്. അങ്ങനെയാണ് രാഷ്ട്രം സ്ഥാപിച്ചതെന്ന് പറയുന്നത്. എന്നാൽ ജനങ്ങൾ രൂപപ്പെടുത്തിയ കരാറുകൾ അല്ലെങ്കിൽ ഉടമ്പടികളിലൂടെയാണ് രാഷ്ട്രം രൂപീകരിച്ചതെന്ന് സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ സാമൂഹിക കരാർ സിദ്ധാന്തത്തിലൂടെ പറയുന്നു. അതേസമയം രാഷ്ട്രം ആരും നിർമ്മിച്ചതല്ല, ദീർഘകാല പരിണാമങ്ങളുടെ ഫലമായാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത് എന്ന് പറയുന്നതാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ പറയുന്നുണ്ട് ഏറ്റവും പ്രചാരം നേടിയതും പൊതുവെ അംഗീകരിക്കപ്പെട്ടതും സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ്. 3 രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ നിന്നും സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതനുസരിച്ച് രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല, ദീർഘകാലയളവിനുള്ളിൽ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് അതിന്റെ ഫലമായിട്ടാണ് രാഷ്ട്രം രൂപം കൊണ്ടിട്ടുള്ളത്. ഇനി അടുത്തത് ഗോത്ര രാഷ്ട്രങ്ങളിൽ നിന്ന് ദേശരാഷ്ട്രങ്ങളിലേക്ക്. രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളാണ് ഓരോ കാലത്തിനനുസരിച്ച്. ആദ്യം ഗോത്ര രാഷ്ട്രങ്ങളാണ് പറയുന്നത്. രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്ന ഗോത്ര കൂട്ടായ്മകളാണ്. ഒരേ വംശത്തിലുള്ള ജനനം, ഒരേ താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പറയുന്നത്? ഒരേ വംശത്തിലുള്ള ജനനം, ഒരേ താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം മൂലമാണ് ഗോത്ര രാഷ്ട്രങ്ങളെ രൂപീകരിച്ചിട്ടുള്ളത്. ഇനി പൗരസ്ത്യ ഭരണ സംവിധാനമാണ് ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നവയാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. അത് നദീതട സംസ്കാര കേന്ദ്രങ്ങളായ മെസോപ്പൊട്ടേമിയ, ഈജിപ്ത്, ചൈന, അതായത് നമ്മുടെ വെങ്കല യുഗ സംസ്കാര കേന്ദ്രങ്ങൾ, ഇവിടങ്ങളിലാണ് നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന് പറയുന്നത്. ഈ നാഗരിക ജീവിതമാണ് ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ മെയിൻ ആയിട്ട് പെടുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറയാം, പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്നവയാണ്. നദീതട സംസ്കാര കേന്ദ്രമായിട്ടുള്ള നമ്മുടെ വെങ്കലയുഗ സംസ്കാര കേന്ദ്രമായ ഇവിടങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതമാണ് നയിച്ചിരിക്കുന്നത് എന്നും ഇവിടെ നിന്നും മനസ്സിലാക്കാം. അടുത്തത് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളാണ്. ആധുനിക രാഷ്ട്രങ്ങളുടെ ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നവയാണ് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത്. ഏതൻസ്, സ്പാർട്ട എന്നിവ അതിന് ഉദാഹരണമാണ്. ഏതൻസ്, സ്പാർട്ട എന്തിനു ഉദാഹരണങ്ങളാണ്? ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾക്ക് ഉദാഹരണമാണ്. ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നത് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളാണ്. അത് കഴിഞ്ഞ് റോമ സാമ്രാജ്യങ്ങളിൽ നിലനിന്ന ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തി. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ കഴിഞ്ഞ് പിന്നെ റോമൻ സാമ്രാജ്യത്തില് ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് ആധുനിക രാഷ്ട്രങ്ങളോട് സമാനത പുലർത്തിയിരുന്നത്.
അത് കഴിഞ്ഞിട്ടാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങളുടെ വരവ്. റോമ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ വന്നു. ഫ്യൂഡലിസം ആയിരുന്നു ഇവിടുത്തെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഇവിടെ രാജാവ്, പ്രഭുക്കൾ, കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിക്കപ്പെട്ടിരുന്നു. ഓക്കെ, രാജാവ്, പ്രഭുക്കൾ, കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിച്ചുകൊണ്ടുള്ള ഒരു ഫ്യൂഡലിസമാണ് നമ്മൾ ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ കാണുന്നത്. അവിടെ രാജാവിന്റെ അധികാരം പരിമിതമായിരുന്നു. ഭരണാധികാരം മുഴുവൻ ആരുടെ കയ്യിലാണ്? പ്രഭുക്കളുടെ കയ്യിലായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കാം. അടുത്തത് ദേശരാഷ്ട്രങ്ങളാണ്. യൂറോപ്പിലെ ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത് എവിടെയാണ്? യൂറോപ്പിലാണ് ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത്. അതിൽ നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയവ സാമൂഹ്യ ഘടനയിൽ മാറ്റം വരുത്തി. ഓക്കെ, നവോത്ഥാനം നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുക. നവോത്ഥാനം എത്തിആർടിയിൽ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് വ്യാവസായ വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയ ബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ക്രമേണ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ. ഓക്കെ, ഇന്ന് കാണുന്നവയുടെ ഏറ്റവും കൂടുതൽ ദേശരാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തിരിക്കുന്നത്. നവോത്ഥാന കാലഘട്ടത്തിലെ യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയ സാമൂഹിക ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി വ്യവസായ വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയബോധം തുടങ്ങിയവയും രാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ക്രമേണ എന്ത് ചെയ്തു? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. ഇനി അടുത്തത് ഫ്യൂഡലിസമാണ്. എന്താ ഫ്യൂഡലിസം നോക്കാം. പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെ പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥിതിയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് പ്രഭുക്കന്മാര് കൃഷി ചെയ്യുന്നവരെയൊക്കെ അടിമപ്പണി ചെയ്ത് ചൂഷണം ചെയ്യിച്ചിരുന്ന ഒരു സാമൂഹിക ഭരണ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം. ഒരു തുണ്ടു ഭൂമി എന്ന അർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. ഓക്കെ, ഫ്യൂഡലിസം എന്ന പദം എഴുതി നിന്ന് വന്നതാണ്, ജർമ്മൻ പദത്തിൽ നിന്ന് വന്നതാണ്. ഫ്യൂഡ് എന്ന ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന പദത്തിൽ നിന്ന്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മനസ്സിലാക്കുക. ഒരു തുണ്ട് ഭൂമി എന്നാണ് ഫ്യൂഡ് എന്ന വാക്കിന്റെ അർത്ഥം. അത് ജർമ്മൻ പദത്തിൽ നിന്നാണ്. അങ്ങനെയാണ് ഫ്യൂഡലിസം എന്ന പദം ഉണ്ടായത്. മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. ഇനി നവോത്ഥാനം. വീണ്ടും ഇവിടെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നവോത്ഥാനം 14-15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാവൈജ്ഞാനിക രംഗങ്ങളുണ്ടായിരുന്ന പുത്തൻ ഉണർവാണ് എന്ത്? നവോത്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റലിയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും വന്ന കലാവൈജ്ഞാനിക രംഗങ്ങളുണ്ടായിരുന്ന പുത്തൻ ഉണർവാണ് നവോത്ഥാനം. മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രധാന സവിശേഷത. പെട്രാർക്ക്, ദാന്തെ, ഡാവിഞ്ചി തുടങ്ങിയവര് വിവിധ മേഖലകളിൽ നവോത്ഥാനത്തെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഇമ്പോർട്ടന്റ് ആണ് നവോത്ഥാനം. ഓക്കെ, ഇനി അടുത്തത് രാജാവ്, പ്രഭുക്കൾ, കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണിയിൽ രാജാവിന് പരിമിതമായ അധികാരം നൽകുന്നതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. യുക്തിചിന്ത, ശാസ്ത്രബോധം, വ്യവസായ വിപ്ലവം, ദേശീയ ബോധം എന്നിവ ഇത്തരം രാഷ്ട്രങ്ങളുടെ ഏത് തരം രാഷ്ട്രങ്ങളാണ്? ദേശരാഷ്ട്രങ്ങൾ അല്ലെ, ദേശരാഷ്ട്രങ്ങൾ. വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. ഏതാണത്? പൗരസ്ത്യ ഭരണ സംവിധാനം അല്ലെ, പൗരസ്ത്യ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നതാണ് വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ. ഒരേ വർഗത്തിൽ ജനനം, പൊതു താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഏതാണ്? ഗോത്രരാഷ്ട്രം അല്ലെ, ഗോത്രരാഷ്ട്രത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി അടുത്തത് ഗവൺമെന്റും അതുപോലെ രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്, താരതമ്യമാണ് തന്നിരിക്കുന്നത്. അതായത് പരമാധികാരം ഉണ്ട്. ആർക്കാണ് പരമാധികാരം? രാഷ്ട്രത്തിനാണ്. മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? അത് ഗവൺമെന്റ് ആണ്. വിശാലമായ സങ്കല്പമാണ് നമ്മുടെ രാഷ്ട്രത്തിനുള്ളത്. ഒരു സ്ഥിര സ്ഥാപനമാണ് നമ്മുടെ രാഷ്ട്രം. രാഷ്ട്രത്തിന്റെ ഒരു ഘടകം മാത്രമാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. എല്ലാ ജനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. ഏതാണത്? രാഷ്ട്രത്തിലാണ്. ഉദ്യോഗസ്ഥരും ഭരണാധികാരിയും ഉൾപ്പെടുന്നത് ഗവൺമെന്റിലാണ്. പരമാധികാരം വിനിയോഗിക്കുന്ന ഒരു ഏജൻസിയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഗവൺമെന്റിന്റെ ഘടകങ്ങളാണ് നമുക്ക് നോക്കാം. ഓക്കെ, രാഷ്ട്രത്തിന്റെ നിയമങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്ന ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങളിലൂടെയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങളായിട്ടുള്ള ഫസ്റ്റ് വൺ നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുകയും നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നതാണ് പ്രധാന ചുമതല നിയമനിർമ്മാണ വിഭാഗത്തിന്റെ. രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട്. ഓക്കെ, അപ്പൊ നിയമനിർമ്മാണ വിഭാഗം പറഞ്ഞാൽ നിയമം നിർമ്മിക്കാനും നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്താനുള്ളവയാണ് നിയമനിർമ്മാണ വിഭാഗം. ഇനി കാര്യനിർവഹണ വിഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന കാര്യനിർവഹണ വിഭാഗമാണ്. അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നതാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ഈ വിഭാഗമാണ്. ഓക്കെ,
ഓക്കെ. അടുത്തത് നീതിന്യായ വിഭാഗമാണ്. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ്. എന്താണ്? നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതുമാണ് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. അതായത് നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീതിന്യായ വിഭാഗമുള്ളത്. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇവിടുന്ന് പഠിച്ചു പോകാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചു. ഓക്കെ.